ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഉദാഹരണം മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ സിനിമ കൂടെ ഇറങ്ങി. ഇതിനെങ്ങനെ സെൻസറിങ് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം ഫുൾ നെഗറ്റീവാണ്. പടം തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് ആരോട് നന്ദി പറയാനില്ല എന്ന് എഴുതി കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പട്ടി വിലയില്ല നാട്ടുകാർക്ക്. ഇതും കൂടി ചോദിച്ച് വാങ്ങിക്കിനി ഒരു ഉളുപ്പുമില്ലാതെ കഷ്ടം. നായകന്മാർക്ക് മാത്രമേ തെറി പറയാൻ പറ്റൂ, നായകന്മാർക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അണ്ണാ നിങ്ങളോട്. എത്ര കാലം മലയാള സിനിമ ഈ നന്മമരം മാത്രമായിട്ടുള്ള ആളുകളെ പ്രധാന കഥാപാത്രമായിട്ട് കാണിക്കും? ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഹായ് ഫ്രണ്ട്സ്, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് അഭിനവ് സുന്ദർ നായകിൻ്റെ ഡയറക്ഷനിൽ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച 2022 ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമ. ഇന്ന് ഞാനൊരു വീഡിയോ അങ്ങനെ കാണാനിടയുണ്ടായി. ഒരുപാട് സജഷനിലൊക്കെ വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇടവേള ബാബു ഈ സിനിമയെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഉദാഹരണം മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ സിനിമ കൂടെ ഇറങ്ങി. ഇതിനെങ്ങനെ സെൻസറിങ് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം ഫുൾ നെഗറ്റീവാണ്. പടം തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് ആരോട് നന്ദി പറയാനില്ല എന്ന് എഴുതി കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് ആരോടും നന്ദി പറയാനില്ല എന്നല്ല, ആരോടും നന്ദി പറയാനില്ല എന്ന് എഴുതി കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അതിനു മുമ്പ് വേറൊരു സീൻ കൂടിയുണ്ട്. ഈ ഒരു ടൈറ്റിൽസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ക്യാരക്ടർ ഏത് ടൈപ്പാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇടവേള ബാബു ആ ഒരു ഡയലോഗിനെ പറ്റി പറഞ്ഞു, ആരോടും നന്ദി പറയാനില്ല എന്ന് എഴുതി കാണിച്ചു. അതിന് തൊട്ട് മുമ്പ് വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ വേണ്ട കുറച്ചുകൂടെ തൽക്കാലം ഇത്ര കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അതായത് സ്ക്രീൻ സൈസ് ഇപ്പം ഇത്ര ഉണ്ടെങ്കിൽ അതിനൊരു ഇത്രയ്ക്ക് ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവാണ് അവിടെ കാണിക്കുന്നത്. അയാളുടെ മൈൻഡ് വോയിസ് ആണ് പുറത്തേക്ക് കൂടുതലായും വരുന്നത്. നോർമലായിട്ടുള്ള ഡയലോഗിനേക്കാളും അയാളുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെയാണ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന കഥാപാത്രം എന്നുള്ള നിലയ്ക്കാണ് വിനീത് ശ്രീനിവാസൻ അവിടെ വരുന്നത്. പക്ഷേ അതൊരു ഹീറോയിക് പേഴ്സണാലിറ്റി അല്ല. നമ്മളത് നോക്കി കോപ്പി അടിക്കണം എന്നുള്ള ഒരു റെഫറൻസ് പോലും അതിൽ വെക്കുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ, ആളുടെ ചിന്താഗതി, ആളുടെ മൈൻഡ് വോയിസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50% മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന ആളുടെ മൈൻഡ് വോയിസ് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതായത് ആളുടെ തിങ്കിങ് പ്രോസസ്സ്. ഓക്കെ, ആളെങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് ആലോചിച്ച് പോകും. പല സീനിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് വെറുപ്പ് തോന്നും. അത് അത്രത്തോളം ഡെഡിക്കേഷനോടുകൂടി ആ ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇല്ലാണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നില്ല. നമുക്ക് അയാളോട് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? നമ്മളങ്ങനെ അല്ലാത്തതുകൊണ്ട്. ഇങ്ങനെ ഇപ്പോൾ നെഗറ്റീവ് ചെയ്തു എന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് നെഗറ്റീവ് തന്നെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോകും. സിനിമയെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാത്ത ആളുകളുണ്ടാവും. കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. അല്ല, എല്ലാ സിനിമയിലും ഈ നന്ദി കാണിക്കുന്നതിന് തിരിച്ചു വല്ല നന്ദിയും ഈ AMMA, അമ്മാത് ഞാൻ ഒരിക്കലും പറയില്ല, ഈ AMMA എന്ന് പറയുന്ന ആളുകളുടെ ഈ ഒരു സംഘടനയ്ക്ക് തിരിച്ചെന്ത് നന്ദിയാണുള്ളത്? ഈ സിനിമകളിൽ അഭിനയിക്കുന്ന ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന, അതായത് ഓരോ ചികിത്സയ്ക്കും ഫിനാൻഷ്യലി വളരെ ക്രൈസിസ് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, ചാളമേരി എന്ന് പറയുന്ന ഒരു സീരിയൽ കഥാപാത്രത്തിലൂടെ സിനിമയിലേക്ക് വന്ന ഒരാളായിരുന്നു മോളി കണ്ണമാലി എന്ന് പറയുന്ന സ്ത്രീ. അവരിപ്പോൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് 2-3 ദിവസം മുമ്പ് എനിക്ക് ന്യൂസ് കാണാൻ പറ്റി. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനുവേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മകൻ്റെ ഗൂഗിൾ പേ നമ്പറാണെന്ന് തോന്നുന്നു, ഇഫ് ഐ ആം റൈറ്റ്. മകൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇട്ടിട്ട് ധനസഹായം തേടുന്നു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു കോപ്പിലെ സംഘടന ഉണ്ടായിട്ട് ഇവരെയൊന്നും സഹായിക്കാൻ പറ്റില്ലേ? സിനിമയിൽ അഭിനയിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളെയൊന്നും സഹായിക്കാൻ ഇവർക്ക് പറ്റില്ലേ? പിന്നെ എന്തിനാണ് ഈ സംഘടന? കുറേ സമ്പാദിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കുറേ നന്ദിയൊക്കെ പിടിച്ചു വാങ്ങിക്കുന്നുണ്ടല്ലോ ആളുകളുടെ നിന്ന്. എന്തുകൊണ്ട് സഹായിച്ചുകൂടാ? തീരെയെങ്കിലും ഒരു റെസ്പെക്റ്റ് തോന്നണമെങ്കിൽ വല്ലതൊക്കെ ചെയ്യണം. ഇത് അവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ടാലോ എന്ത് വിഷയം വന്നാലും, എന്ത് നെഗറ്റീവ് സംഭവങ്ങൾ വന്നാലും പമ്പരം കറങ്ങണ പോലെ കറങ്ങിയും ഉരുണ്ടും കളിക്കാന്നല്ലാതെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? കുറച്ചെങ്കിലും ആ സമയത്തൊക്കെ റെസ്പെക്റ്റ് തോന്നിയത് പൃഥ്വിരാജിനോടാണ്. ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് കൺവിൻസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരിതാണ്. ഇത്രയും വലിയ സ്റ്റാർസ് ആയാൽ പോലും ഒരു ധൈര്യമുള്ള ആരും ഞാൻ കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ആ ഒരു കാര്യത്തിൽ, പണ്ടത്തെ കാര്യത്തിൽ.
ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഈ AMMA എന്ന് പറയുന്ന ഈ ഒരു തേങ്ങയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ നന്ദിയൊന്നും ചോദിച്ച് വാങ്ങാതിരിക്കുക ബെറ്റർ. അല്ലെങ്കിൽ പട്ടി വിലയില്ല നാട്ടുകാർക്ക്. ഇതും കൂടി ചോദിച്ച് വാങ്ങിക്കിനി ഒരു ഉളുപ്പുമില്ലാതെ, കഷ്ടം. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ നായിക പറയുന്ന ഡയലോഗ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയെ ഒന്ന് നിങ്ങൾ കാണണം, ഫുൾ നെഗറ്റീവാണ്. നായിക പറഞ്ഞ ഡയലോഗ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നായിക പറഞ്ഞ ഡയലോഗിൽ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടിലൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള വേർഡ് ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ ഇല്ലാത്ത തെറികളില്ല. ഇതിലിപ്പോൾ ഇന്നാൾ കുറച്ച് പയ്യന്മാരൊരു പാട്ടുണ്ടാക്കിയല്ലോ, എൻ്റെ ജീവിതം ടൂൺ 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 ടൂൺ. അതിലെത്ര സെലിബ്രിറ്റീസ് റീൽസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ എത്ര പേരുണ്ടാക്കി. അതിലുള്ളൊരു വാക്ക് തന്നെയാണ് ഇത്. ചുരുളി കാണാമെങ്കിൽ, ചുരുളിയെ അംഗീകരിക്കാമെങ്കിൽ ഇതിനെയും അംഗീകരിക്കാം. അതേപോലെ തന്നെ ജോജി, എസ് യുവർ ഓണർ, നീയാണല്ലോ കോടതി, പോടാ മയിലെ എന്ന് പറയുന്നുണ്ടല്ലോ. മയിലെ എന്ന് പറയുന്നു. ഇതിൽ നായിക പറയുന്നത് അല്ലെങ്കിലും വിശ്വാസം നല്ലതാണ്, ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോൾ അത് പറഞ്ഞെങ്കിലും ആശ്വസിക്കാമല്ലോ, അത്രേ പറയുന്നുള്ളൂ നായിക. അതിലെനിക്ക് വലിയൊരു നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നായകൻ പറയുമ്പോൾ നെഗറ്റീവായി തോന്നാതെ നായിക പറയുമ്പോൾ നെഗറ്റീവായി തോന്നുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. നായകന്മാർക്ക് മാത്രമേ തെറി പറയാൻ പറ്റൂ, നായികമാർക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അണ്ണാ നിങ്ങളോട്. എന്തായാലും ഇത്രയും ആയതല്ലേ, കണ്ടിന്യൂ ചെയ്യാം വീഡിയോ. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിനീത് ശ്രീനിവാസനെ വിളിച്ചു ചോദിച്ചു, വിനീത് എങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞ് 7ഓളം നായകന്മാരുടെ അടുത്ത് ഈ കഥ പറഞ്ഞു, ആരും തയ്യാറായില്ല. പക്ഷെ വിനീതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, കാരണം വിനീതിൻ്റെ അസിസ്റ്റൻ്റാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. ആ ഡയറക്ടർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഈ സിനിമ ഓടുമെന്ന്. അത്രമാത്രം നെഗറ്റീവാണ്. അപ്പോൾ സിനിമയുടെ പോക്ക് എവിടേക്കാണെന്ന് കുറ്റം പറയുന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് പ്രേക്ഷകൻ എങ്ങോട്ടാ പോണെന്നാണ്. എന്തോ വലിയ വലിയ നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളെ പോലെയാണ് ഈ ഒരു ഇന്റർവെൽ ബാബു അണ്ണൻ പറയുന്നത്. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർ എങ്ങോട്ടാണ് പോകുന്നത്? പ്രേക്ഷകർക്ക് ഇട്ട് വെക്കട്ടെ ഒന്ന്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പണിയും തരമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് തോന്നിക്കാണും ആരെങ്കിലും കയറി ചൊറിഞ്ഞ് കളയാം, നൈസായിട്ട് അങ്ങോട്ട് കയറി പോവാം. ഫുൾ നെഗറ്റീവായിട്ടുള്ളൊരു സിനിമയാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ കാണിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അത് ആരെ കൊണ്ടും കോപ്പി അടിക്കാനൊന്നും ഇതിലാരും പറയുന്നില്ല. അതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഹീറോ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് അതിനെ ചിത്രീകരിക്കുന്നില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു ആളായാണ് അതിൽ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നത്. ഇതിനു മുമ്പും പഴയ സിനിമകളിൽ ലാലേട്ടനൊക്കെ ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ ഇനി പറയുന്നില്ല. എനിക്കൊക്കെ കണ്ടിട്ട് വളരെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്താണ് ഇപ്പം നെഗറ്റീവ് അല്ലാത്തത്? ഈ നാട്ടിൽ എന്താണ് എല്ലാം പോസിറ്റീവായിട്ടാണോ നടക്കുന്നത്? അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് മൈൻഡിൽ വന്നത്, ഞാൻ 2013 2014 ഏത് ഇയർ ആണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ആനിമേഷൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇമേജ് തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു സാറ് വന്ന് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. ആളുടെ പേര് സജീവ് നമ്പിയത്ത് എന്നാണ്. ബ്രീത്ത് ചെയ്തുകൊണ്ട് ചാടുക, അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്തുകൊണ്ടുള്ള പല എക്സസൈസും ആൾ പറഞ്ഞു. ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല രീതിക്ക് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക, വയറിലേക്ക് ശ്വാസം എടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ആൾ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. ആൾ ആ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് പറയുകയാണെങ്കിലും എങ്ങനെയായിരിക്കും എന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ജെന്യുവിനായെന്ന് ആലോചിക്കും. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ശരാശരി മനുഷ്യൻ മനസ്സിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ മുഴുവനായും പുറത്ത് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ മനസ്സിൽ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് എന്നുള്ള സംഭവങ്ങൾ മുഴുവനായിട്ട് നമ്മൾ മുന്നിലൊരു 10 പേരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ 5 മിനിറ്റ് മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യം, 5 മിനിറ്റ് പോട്ടെ, ഒരു 2 മിനിറ്റ് മനസ്സിൽ ആലോചിക്കുന്ന ആ കാര്യങ്ങൾ 100% ജെന്യുവിനായി നമ്മൾ പുറത്ത് പറയുകയാണെങ്കിലോ, നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുന്നിലോട്ട് അത് വായ കൊണ്ട് പറയുവാണെങ്കിലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എത്ര പേർക്ക് അതിന് സാധിക്കും? അത് ആലോചിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തു,
അല്ലെങ്കിൽ പോസിറ്റീവ് ചെയ്തില്ല, നന്മമരമായില്ല. എത്ര കാലം മലയാള സിനിമ ഈ നന്മമരം മാത്രമായിട്ടുള്ള ആളുകളെ പ്രധാന കഥാപാത്രമായിട്ട് കാണിക്കും? ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് ടിങ് ടിങ് അടിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാൻ. എങ്ങനെ ഇരിക്കണം?